നിന്റെ വിഡിത്ത മൊഴിയിൽ കേൾക്കുമ്പോൾ നിന്റെ കൂടെയുള്ള വിഡിത്തം തമ്മിൽ തമ്മിൽ പറഞ്ഞ കുഴി ചാടിക്കല്ലേ. ആ വിഡ്ഢി പറയുണ്ടാവും, സൂക്ഷിച്ച് നടന്നോ, സൂക്ഷിച്ചോളോ, അവൻ ശരിക്കും അങ്ങനെയൊന്നല്ല, അതല്ല പറഞ്ഞാൽ മതി, അതല്ല യേശു എന്നൊക്കെ പറയണ്ട. അതിന് നിങ്ങൾ വക വെക്കാണ്ട്. അതുകൊണ്ട് പറയണ, എന്തെങ്കിലും ഉറച്ച് നിൽക്കടി കുണ്ടൻ നായരെ, അല്ലെങ്കിൽ നിന്റെ ഗാണ്ടടിച്ച് പൊട്ടിക്കുമെന്ന്. അതെന്തുകൊണ്ടാണ് ഞാൻ വൃത്തികെട്ട രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നതാണോ? അല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയണം. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കാം. നിങ്ങളുടെ പിടുത്തം, നിങ്ങളെ പറയിപ്പിച്ച് പറയൽ, ഈ ജീവമില്ലാത്ത സിമെൻറ്റിനെയും എല്ലാത്തിനെയും ഉരുക്കി പണിത് എല്ലാത്തിനും കണ്ണും മൂക്ക് വരച്ച് ആരാധിക്കലൊക്കെ നോർമൽ ഇല്ലാത്തവർ ചെയ്യണ ഒരു ഇതാണ് പണ്ടേ തൊട്ട്. അത് മാറ്റാറായിട്ടില്ലെങ്കിൽ, ഇപ്പോഴും പുതിയതിനെ സ്വീകരിക്കാനായിട്ടില്ലെങ്കിൽ, ഈ പഴകിയതും അനുകരിച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അതാ പറയും, മുഖത്ത് നോക്കി സംസാരിക്കാൻ പറഞ്ഞാൽ മുഖത്ത് നോക്കി സംസാരിക്കില്ല. ആരെക്കുറിച്ച് പറയണേ നിങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് അതറിയില്ല. എന്ന് പറഞ്ഞാൽ മുരളി അവിടെ ഇരിക്കും, നിരങ്ങി നീങ്ങി. അപ്പം നിങ്ങൾക്ക് ആരും അറിയാം, നിങ്ങൾക്ക് ആരെക്കുറിച്ച് പറയണേ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് വല്ല മെറ്റീരിയലിസ്റ്റിക് സൂക്കേട് ഉണ്ടാവും. ആ സൂക്കേട് ചെന്ന് മാറ്റാൻ നോക്ക്. ആ സൂക്കേടിനുള്ള ചികിത്സ ചെയ്യും സ്വയം. പിന്നെന്താ ഞാൻ പറഞ്ഞേ, പിന്നെ അങ്ങനെയുള്ള ഈ ഹിന്ദി കാണ്ടുകളും കന്നഡ കാണ്ടുകളും ഗുഡ്ക കാണ്ടുകളും കന്നഡ മലയാളി കുണ്ടന്മാരും കോഴിക്കോടുള്ളവരൊക്കെ അത് പറയുമോ? ഇല്ല. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ജോലിയിലല്ല കാര്യം. മെറ്റീരിയലിസ്റ്റ് ജോലിയിലുള്ള കാര്യം നിരങ്ങി നീങ്ങി പുഴുത്ത് നാറി ചാവേണ്ട സമയത്ത് ചാവും. അവരെ കൊണ്ടൊരു ഗുണമില്ലാണ്ട് നോക്കുമ്പോൾ ഒരു ജീവിതം അല്ലാത്തൊരു ജീവിതം. പുനർജന്മമൊക്കെ വെറും മിഥ്യയാണ്. പുനർജന്മം എന്ന് പറയുന്നത് വെറും. അപ്പോൾ ഓരോ വിഡിത്തം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല, ഡ്രിൽ ചെയ്തിരിക്കാനേ പണിയുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എന്നെക്കുറിച്ച് എല്ലാവരും അറിയണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എന്നെ അറിഞ്ഞിടത്തോളം മതി. എന്നെ അങ്ങനെ നിങ്ങൾ വിളിക്കണമെന്ന് തോന്നിയിട്ടില്ല. എന്തുകൊണ്ട് 10 മീറ്റർ 100 മീറ്റർ അകലെ പറയണേ? മുഖത്ത് നോക്കി സംസാരിക്കാൻ പറയാൻ പറ്റില്ല. നിങ്ങൾ കള്ളു കുടിച്ചിട്ടൊക്കെ അടിച്ചോളൂ. ഞാൻ ഓട്ടൊക്കെ അടിച്ച് കൊടുക്കുക അടിച്ച് നടക്കണം 40, 50, 60 വർഷം ഉള്ളിലത്തെ ശരീരഘടകങ്ങൾ കേടാക്കിയിട്ട്. അല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യണോ? വൃത്തികേട് പറഞ്ഞ് ഒരു ബ്ലഡ് ഗ്രൂപ്പിൽ ചെയ്യുന്ന വെറുത്തിരിക്കണോ? എന്തെങ്കിലും കാര്യമുണ്ട് അതിൽ? കൊടുക്കുക കഴിച്ച് നടക്കണം. നിങ്ങൾ തലങ്ങ് വിലങ്ങ് കിട്ടണോ? എനിക്ക് ചിരി വരുന്നുണ്ട് ശരിക്കും പറയാം. എൻ്റെ പല്ല് മൊത്തം കൊഴിഞ്ഞ് പോക്കരുത്, എൻ്റെ നല്ല ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏതോ വെഡിന് സ്വപ്നം കണ്ട് ഓരോ വെഡിത്തം മുറുള്ളതിനെ ഫേക്ക് പേരുള്ളവരും ഫേക്ക് ബർത്ത് റേറ്റ് ഉള്ളവരും വിശ്വസിച്ച് അവരൊരു ഫേക്ക് പറയിപ്പിച്ച് പറയും. ഡേറ്റും ബർത്ത് റേറ്റ് മാറ്റി അതിന് കുറേ മണ്ടൻ ഡയലോഗ്, കുറേ മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും കുമ്മൂട്ടും ഷിജീൻ പോലത്തെ ഷൂറുഖാൻ പോലത്തെ ഫേക്ക് പേരുകൾ ചിടുങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ പഠിക്കുക. ചിടുങ്ങൾക്ക് അറിയില്ല കാര്യം എന്താണ്. ചിടുങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ഈ വെഡിത്തങ്ങളൊക്കെ ശരിയാണ്. ഫേക്ക് പേരും പറയിപ്പിച്ച് റോങ് നിരങ്ങി നീക്കൽ മെറ്റീരിയലിസ്റ്റിക്കിൽ ഓരോ മെറ്റീരിയലിസ്റ്റിക് ഘടനകൾ പറഞ്ഞ് ഒരു വെഡിത്തം 2.5 മണിക്കൂറിന് വേണ്ടി വെഡിത്തം കാണിക്കണേന്. പിന്നെ എന്താ പറഞ്ഞാൽ ഞാൻ ഈ മണ്ടൻ ഡയലോഗെല്ലാം റോങ് മെറ്റീരിയലിസ്റ്റിക് ഇൻഫർമേഷൻ കൊടുക്കണേന്. ഈ കാര്യത്തിലേക്ക് വരാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എന്തെങ്കിലും നമ്മൾ വെറുതേക്ക് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ വെറുതെ അങ്ങോട്ട് പോയി എന്താ കാര്യമില്ല, അവർക്ക് പിന്നെ വരാൻ തോന്നില്ല. അത് നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞു വരണ ഒരു ഓസ്പിഷ്യസ് ടൈം ഉണ്ടാവും. ഓസ്പിഷ്യസ് ടൈമിൽ കാര്യങ്ങൾ ചെയ്യണതിൻ്റെ കാര്യം. പിന്നെ ഇപ്പം ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. 3 മിനിറ്റ് 14 സെക്കൻഡായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ വരുന്നത്, ഇപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് ചെറുപ്പത്തിലേക്കാണ് ഞാൻ ധൃതി പിടിച്ച് സ്കൂളിലേക്ക് പോവുക. കാര്യം മനസ്സിലാക്കണ്ടേ നിങ്ങൾ. 8:30-ക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് തൂറാൻ പോയി എന്ന് വരില്ലേ, ടോയ്ലറ്റിൽ പോകാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അത് നാശത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെട്ടെന്ന് പോവും. അല്ലെങ്കിൽ ഹിന്ദി കാണ്ടുകൾ മലയാളി കുണ്ടന്മാർ ആരെങ്കിലും പറയുമോ? അല്ലെങ്കിൽ മറ്റേ കന്നഡ കാണ്ടുകൾ പറയുമോ? ഏത് ലാംഗ്വേജ് അവർ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ മലയാളം? ഇവിടുത്തെ തന്നെ എവിടുന്നോ ജീൻസ് ആത്മാവ് മാറി വരുന്നതാണ്. അത് പറഞ്ഞു, യഹൂദിയുടെ ജീൻസ് എങ്ങനെയാണ് പീസ്ഫുള്ളായിട്ട് സ്ട്രെങ്ത്തായിട്ട് ഇവിടെ മാറി ഇവിടെ നിലനിന്ന് വിവാഹം കഴിച്ച് വന്നതെന്ന് മാറി നസ്രാണിന്ന് പിന്നെ പലരും ഹിന്ദുസിലേക്ക് മാറണവരുണ്ട്. അത് പടുപെട്ടികൾ തോൽക്കാൻ പിടിച്ച മുഖങ്ങൾ. അപ്പോൾ ഇത് ജയിക്കാനുള്ള മുഖം. അപ്പോൾ പറയുമ്പോൾ മനസ്സിലാക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വെഡിത്തം നിങ്ങളെ കൊണ്ട് നാവായിരുന്നു കൂട്ടി വാങ്ങിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പണ്ട് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ തൂറാൻ ടോയ്ലറ്റിൽ രാവിലെ പോയിണ്ടാവില്ല. അപ്പോൾ 8-9 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ നാസ്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ പോകുമ്പോൾ അവിടെ തന്നെ ഇരിക്കുക. അതുകൊണ്ട് ബാത്റൂമിലൊന്നും പോകാത്തതും അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നാത്തതും അങ്ങനെ ചെയ്യണില്ല. ബാക്കിയുള്ളവർ ചെയ്യണ പോലെ പണ്ടത്തെ സമയത്തും ഇപ്പോഴത്തെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൽ വേറെ കാര്യം, അങ്ങനെ ഒരു രീതിയില്ല. അപ്പോൾ ആൾക്കാരായിട്ട് ഇതില്ലാത്തവരും തോണ്ടിയെടുക്കണം. ആൾക്കാരായിട്ട് ഇതില്ലാത്തവരും പറയിപ്പിച്ച് പറയണ അധികം സംസാരിക്കാത്തവരും സംസാരിക്കണവരും അധികം സംസാരിക്കുന്ന വഷളന്മാരും ഈ തെറ്റും വെഡിത്തം മുറുകെ പിടിച്ച് ഇത് ഞങ്ങളെ പെരുമാറ്റം എന്ന് പറയായിരുന്നു കൂട്ടി വാങ്ങണവരാണ്. ശരി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, തെറ്റെന്നെ മുറുകെ പിടിക്കും. ശരിയുള്ളവൻ ശരി പറഞ്ഞു തന്നിട്ടും ഈ വെഡിത്തന്നെ റിപ്പീറ്റ് ചെയ്യണവർ. അപ്പോൾ കുറേ വെഡ്ഡികൾ പറഞ്ഞാലും അവർ മനസ്സിലാവില്ല. വെഡ്ഡികൾ പണ്ടേ ഇവർ വെഡ്ഡികളാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ വെഡിത്തം മാറും അവരുടെ തലേന്ന് ഇല്ല.
അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരു പോവുകയാണെങ്കിൽ ദൂര സ്ഥലത്ത് പോകണമെങ്കിൽ കാശ്മീർ അങ്ങനത്തെ സ്ഥലങ്ങൾ നല്ലൊരു സ്ഥലത്ത് പോകണമെങ്കിൽ രാജസ്ഥാനൊക്കെ പോകണമെങ്കിൽ ഒരു 6 മാസം അവിടെ താമസിച്ച് നിന്ന് കണ്ട് വരണം, അല്ലെങ്കിൽ ഒരു വർഷം. നമ്മൾ ആരും കോൺടാക്റ്റ് ഇല്ലെങ്കിലും ധൈര്യമായിട്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഈ ഭൂമിയും കുടിച്ചിടക്കണവരും 12 വയസ്സ് തൊട്ട് ചിന്താഭാരമുള്ളവരെന്താ വെച്ചാൽ കുടിച്ച് ഡ്രഗ് അടിച്ച് ബീഡിയും വലിച്ച ഒരു ഗ്രൂപ്പിലിരിക്കും. അവർക്ക് ജീവിതത്തോട് വെറുപ്പാണ്, ജീവിതത്തോട് ജീവിക്കാൻ ധൈര്യമില്ല, ജീവിതത്തോട് മടുപ്പ് തോന്നി വിഡിത്തം മുരളി നാവുകൊണ്ട് മുരളി രാവിലെ മര്യാദയ്ക്ക് തൂറാൻ പോകേണ്ട ഒരു വിഡിത്തം പറഞ്ഞിരിക്കും. ഞാൻ മര്യാദയ്ക്ക് തൂറാൻ പോയില്ലെങ്കിൽ എൻ്റെ കാര്യം നാവ് എനിക്ക് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയാം. കുടിച്ച് ഡ്രഗ് അടിച്ച് ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിൽ അതിന് ആത്മഹത്യയേക്കാൾ കഷ്ടമാണത്. അവരുടെ ജീവിതം വെറുത്ത് ജീവിതത്തോട്ട് ധൈര്യം ഇല്ലാണ്ട് മടുപ്പ് തോന്നി ജീവനുള്ള ദൈവത്തെ അപമാനിച്ച് ഇതിനൊക്കെ ജീവനില്ലാത്തതിനൊക്കെ ആരാധിച്ച് പേരും ബർത്ത് റേറ്റ് മാറ്റി പറയിപ്പിച്ച് പറയണവർ ആത്മഹത്യയേക്കാളും കഷ്ടമായിട്ടാണ് ഇതിന് ഈ ജീവനില്ലാത്തതിനൊക്കെ പ്രതിമേനെ കൊണ്ടുപോയി അവരെ തൂങ്ങി ചാവട്ടെ, ആത്മഹത്യ ചെയ്യട്ടെ. എന്തിനെങ്ങനെയുള്ള ജീവിച്ചിട്ട് കാര്യം, ഇങ്ങനെ ജീവിതം എന്ന് പറയാൻ പറ്റുമോ? തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ജീവിതം ഇല്ലാത്തത്. അപ്പോൾ ഇത് തറപ്പിച്ച് പറയണ്ട, അത് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിൽ കയറുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾ നെറ്റിയിൽ വെഡിന്ന് നെറ്റി എഴുതിയിട്ട് എഴുന്നേൽക്കുമ്പോൾ മാറണം. ഒരു കാര്യം മനുഷ്യരാണെങ്കിൽ മാറും, ഒരു കാര്യം ശരി കേട്ടോ, പക്ഷെ നിങ്ങൾ മാറണല്ലേ. അപ്പോൾ ആ വിഡിത്തം മാറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു വർഷം 6 മാസമൊക്കെ ചെന്ന് അവിടെ താമസിച്ച് ആരുടെ കോൺടാക്റ്റ് ഇല്ലെങ്കിലും 23 കിലോമീറ്റർ നടന്ന് മനസ്സിലാക്കി എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പം നമ്മൾ ക്ഷീണിച്ച് തളരാറായി വീണു, അവിടുത്തെ വെയിലും ചൂടുകാലം ഡെസേർട്ട് ഏരിയയിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും, ഡെസേർട്ട് സ്ഥലത്ത്. അപ്പോൾ അവിടെ കുറച്ച് ദൂരം കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്മൾ അവിടെ മസാല ചേർക്കാത്ത ഒരു പാക്കറ്റ് 17 രൂപയുടെ മോര് കുടിച്ചാണ് ആണെങ്കിലും ജിലേബി കഴിച്ച് നമ്മുടെ തളർച്ച മാറുമെങ്കിലും തളർച്ച ഒരു ഇങ്ങനെ തലയിൽ വന്നു വെച്ചാൽ 3 കിലോമീറ്റർ നടന്നുകൊണ്ടാവും വെയിലത്ത്. മെയ് മാസത്തിലും ജൂൺ മാസത്തിലൊക്കെ നല്ല വെയിൽ ഉദിച്ച് നിൽക്കുന്ന സമയത്ത് മിക്ക രാജ്യത്തിലൊക്കെ 42-46 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതും വേറെ ബാംഗ്ലൂരൊക്കെ നടന്നുണ്ട് പ്രത്യേക സ്ഥലത്താണെങ്കിലും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ അതിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ ആരുടെ കോൺടാക്റ്റ് ഇല്ലെങ്കിലും ബാക്കിയുള്ള ചടഞ്ഞുകൂടി ഇരിക്കും. ജീവിതം വെറുത്ത ഒരു ഗ്രൂപ്പിൽ സ്വന്തം ശരീരം കേടാക്കി തലങ്ങും വിലൊക്കെ കിട്ടുന്നുണ്ടാവും, ആർക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ളവർ വെഡ്ഡികളുടെ കൂടെ ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. വിവരമുള്ളത് പറഞ്ഞു തന്നാൽ അത് മനസ്സിലാക്കാം. വെഡ്ഡികൾ ഈ ജീവനില്ലാത്ത ആരാശി വെഡ്ഡികളുടെ കൂടെ ഇരിക്കൂ, അവർ തൊലയാൻ കണ്ടത് തൊലയും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ 9 ദിവസത്തേക്ക് 9 ദിവസത്തേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. ദൂര സ്ഥലത്തേക്കൊക്കെ ഒരു 12 കിലോമീറ്റർ അകലെ പോയി കണ്ട് വരികയാണെങ്കിൽ 9 ദിവസത്തേക്ക് വെറുതെ നടന്ന് വൈറ്റ്നസ് തൂറാൻ മുട്ടിയിട്ടൊക്കെ അങ്ങനെ ഒരു ആസ്വദിക്കാൻ പറ്റാണ്ട് പോയിട്ട് കാര്യമില്ല. പോവുകയാണെങ്കിൽ ഒരു 6 മാസമൊക്കെ അവിടെ താമസിച്ച് നിന്ന് എന്തെങ്കിലും അതിൻ്റെ കൂടെ ജോലി ചെയ്ത് കണ്ട് ആസ്വദിച്ച് തന്നെയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് ധൈര്യമായിട്ട് നമ്മൾ ആരിങ്ങനെ ജീവനില്ലാത്തതൊന്നും ആശ്രയിക്കണില്ലെങ്കിൽ ഇതിൻ്റെ ജീവനില്ലാത്ത വിഡിത്തം ഡിപ്പെൻഡ് ചെയ്യണില്ലെങ്കിൽ ധൈര്യമായിട്ട് നടക്കാം. ബാക്കിയുള്ളവരുടെ വിഡിത്തം ഉപദേശിച്ച് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ വിഡ്ഢികൾ ഉപദേശിക്കുന്നത് വിഡ്ഢിത്തത്തിൽ വീഴാൻ വേണ്ടി. അതിന് ഉപദേശം എന്ന് പറയാൻ പറ്റില്ല, നിരങ്ങി നീക്കുക. മന്ദബുദ്ധികളായ തള്ളയും നിരങ്ങി നീക്കണ മന്ദബുദ്ധികൾ ചിടുങ്ങളെ നിരങ്ങി നീക്കില്ലേ, ആ ടൈപ്പ്. അവർ സ്കൂളിൽ പോയി എന്തൊക്കെ വൃത്തികേട് ചെയ്യുന്ന ആർക്കറിയാം. അപ്പോൾ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റാണ്ട് കാര്യമില്ല. ഒരു വർഷമൊക്കെ നിന്ന് ആസ്വദിച്ച് അവരുടെ എല്ലാ ക്ലൈമറ്റും സമ്മർ സീസണും വിൻ്റർ സീസണും സ്നോയിങ് സീസണും എല്ലാ ഫ്രീസും റെയിനി സീസണൊക്കെ മനസ്സിലാക്കി വരണം. അപ്പോൾ അതിലാണ് കാര്യം. അപ്പോൾ ഏത് രീതിയിലുള്ള അപ്പോൾ മനസ്സിലാവും. അവിടെ ഇന്ത്യയിലാണെങ്കിൽ ഗോവയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ അവിടുത്തെ ബ്രസീൽ പോർച്ചുഗൽ ടൈപ്പുള്ള രീതിയാണോ അവിടെ വരുന്നത്, കൾച്ചറാണോ വരുന്നത്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയാണ് വരുന്നത്. ഇപ്പോൾ ഇത് 8 മിനിറ്റ് 35 സെക്കൻഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നാളെ ഞാൻ 8 മിനിറ്റ് 35 സെക്കൻഡ്. അപ്പോൾ നാളെ ഞാൻ ഏതൊരു രീതിയിൽ അപ്പോൾ വിവരമുള്ള കാര്യങ്ങൾ വന്ന് മനസ്സിലാക്കാൻ പറ്റും ആരെ എന്താ എവിടെയാണെന്നൊക്കെ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ ഇത് നല്ല പ്ലസൻ്റായിട്ട് പഴയുന്നതാണ്. അപ്പോൾ പഴയുമ്പോൾ ഇപ്പോൾ എൻ്റെ സംസാര ശൈലി മാറിയില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു രീതി അത് വരണത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പണ്ടൊക്കെ യേശുവയുടെ ജനനം എന്ന് പറയുന്നത് മറിയത്തിനെ ഭ്രഷ്ട് കൽപ്പിക്കാതെ, മീൻസ് മറിയത്തെന്ന് പറഞ്ഞാൽ അവർ 13 വയസ്സുകാരൻ്റെ 19 വയസ്സുകാരൻ കെട്ടിയതാണെങ്കിലും അന്ധവിശ്വാസം വിശ്വസിക്കാതിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ വംശാവലിയിലുണ്ടായി അവരെ ഭ്രഷ്ട് കൽപ്പിക്കാതെ അവരെ സ്വീകരിച്ചു, ഉപേക്ഷിച്ചു. നീ ഓടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഔസേപ്പും എല്ലാവരും കൂടി ഉപേക്ഷിച്ച് ഓടിപ്പിച്ചില്ല. എങ്ങനെ ഓടിപ്പിച്ചില്ല? ഇസഹാക്കിനെ സാറ 105 വയസ്സിൽ പ്രസവിച്ചു അബ്രഹാമിന്ന്. പിന്നെ ഹാഗാറിന്നുണ്ടായി, ഹാഗാർ സർവൻ്റ് ചെയ്യുന്നു, ഹാഗാറിന്ന് ഓടിപ്പിച്ചു. സാറയും അബ്രഹാം കൂടി ഓടിപ്പിച്ചു, കുറച്ച് കാശ് കൊടുത്ത് ഓടിപ്പിച്ചു. ഡെസേർട്ട് മരുഭൂമിക്ക് ഓടിപ്പിച്ചു. ഇസ്മായിലും ഇസഹാക്കും കൂടെ കളിക്കാനായിട്ട്. ഇസഹാക്കിനെ സാക്രിഫൈസ് ചെയ്യേണ്ട, 12 വയസ്സ് സാക്രിഫൈസ് ചെയ്യിപ്പിക്കേണ്ട, അത് കരണ്ട് വംശാവലിയിൽ തന്നെ വരും എന്ന് പറഞ്ഞിട്ട് അസാധാരണ രീതിയിൽ വരണം. അതുകൊണ്ട് കക്കോൾഡും ട്രാൻസ്ജെൻഡറും ഇവിടെ ആരാധിക്കാൻ പറയണല്ലേ. അതുപോലെ തന്നെ ഔസഫ് എന്താ പറഞ്ഞത്, ഔസഫ് സ്വീകരിച്ചു, വിശ്വാസത്തോടെ സ്വീകരിച്ചു. എന്നുവെച്ചാൽ പുരുഷനെ അറിയണമല്ലോ, മറിയം സ്വീകരിച്ചു.
മാലാഖ എന്ന മനുഷ്യർ തന്നെയാണ്, യേശു എന്ന് പേരിടണം. ഇവനൊരു ആ രീതിയിൽ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു രീതിയിൽ വരും. 13 വയസ്സായിട്ടുണ്ടെങ്കിൽ 19 വയസ്സ് മറിയത്തിന് വന്നിട്ട് 45 വയസ്സ് യുവാവ് തന്നെയാണ് അപ്പം യോസഫ്. 45 20 വർഷം കഴിഞ്ഞിട്ട് യേശുവിന് 20-25 വയസ്സാകുമ്പോൾ ഒരു 65-70 വയസ്സിൽ മരിച്ചുവെങ്കിലും ഈ 45 വയസ്സുകാരൻ യോസഫ് മറിയത്തിനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഉപേക്ഷിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ കടന്നു പോടി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ പോലെ ചെയ്തു, വിശ്വാസത്തോടെ സ്വീകരിച്ചു. പിന്നെ സ്റ്റെപ്പ് ഫാദറായിട്ട് യേശുവിടെ 4 മക്കളുണ്ടായി. മറിയം കുസൃതി രീതിയിൽ എൻ്റെ പറയുന്നുണ്ടോ യോസഫ് അവർ വളരണ രീതിയിൽ 25 വയസ്സ് വരെയൊക്കെ. പിന്നെയും അവിടുത്തെ ആൾക്കാർ തന്നെ ടെസ്റ്റ് ചെയ്യണ രീതിയുണ്ട്. എന്ന് വെച്ചാൽ ഇവർ തലവെട്ടി കൊല്ലാൻ പറ്റില്ല. അതിൻ്റെ കൂടെ എലിശമ്മ സക്കറിയ വയസ്സായിട്ട് സ്നാപക യോഹന്നാൻ കുറച്ചൊരു മൂത്തവനായിട്ട് ജനിച്ചു. അപ്പോൾ ഈ മൂത്തവൻ മറിയത്തിന് ഉണ്ടായത് 4 മക്കളുണ്ടാവണേ മുമ്പുണ്ടായത് എന്തുണ്ടായ സലോമിയുടെ ഡാൻസ് കണ്ടിട്ട് സമാനം ചോദിച്ചപ്പോൾ തല വെട്ടിയില്ല. ചോദിക്കണേ, നീ ഇതാണോ മറ്റേതാണോ, ഗബ്രയാണോ, നഫ്ഷയാണോ, ഡ്രങ്കാർഡാണോ, ഡ്രഗ് അഡിക്റ്റ് ആണോ, അല്ലെങ്കിൽ ഗബ്രയാണോ, ഗേ ആണോ, മെൻ്റലാണോ, അല്ലെങ്കിൽ ഗണാബയാണോ, കള്ളനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ ചോദിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് ഇവരുടെ ഗ്രൂപ്പ് തന്നെ അത് ചോദിക്കണം, ടെസ്റ്റ് ചെയ്യണം. പണ്ടത്തോളം ഇസഹാക്കിനെ ഇവന് സാക്രിഫൈസിൻ്റെ കാര്യം പണ്ട് തൊട്ട് ചോദിച്ചറിഞ്ഞ് വരുമ്പോൾ അവിടുത്തെ പാതിരി പള്ളിയിലൊക്കെ പോയിട്ട്, ഇപ്പോൾ പാതിരിയൊന്നും ഇല്ലല്ലോ അവർക്ക്. 1700 വർഷം മുമ്പ് നിർത്തി. അപ്പോൾ അവരുടെ പള്ളിയിൽ പാതിരികളെ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്, ഇസഹാക്കിൻ്റെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇസഹാക്കിന്ന് പിന്നെ എന്താ അവരെ എന്തുകൊണ്ടാണ് ഈ ഇസ്മായിലിൻ്റെ അടുത്ത് പറഞ്ഞയച്ചത് എന്നൊക്കെ പറഞ്ഞ് 2000 വർഷം മുമ്പുണ്ടായ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതാണ്. 2000-3000 വർഷം മുമ്പുണ്ടായ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവരുടെ വംശാവലിയിൽ വരുന്ന കാര്യം അപ്പോൾ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഇവർ ബാക്കിയുള്ളവരൊക്കെ പറയും ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചെറിയ പിള്ളേരാണെങ്കിലും അവരുടെ സമപ്രായക്കാരാണെങ്കിലും യേശു ആരും കുറ്റം പറയാൻ പോയിട്ടില്ല, കുടിച്ച് ഡ്രഗ് അടിക്കാനും പോയിട്ടില്ല. 30 വയസ്സ് കഴിഞ്ഞിട്ട് പങ്ക് വയ്ക്കുക, തിരിച്ചും പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ അപ്പോൾ അവർക്ക് യഹൂദിയർക്ക് മുതൽക്കൂട്ടായി. എന്നുവെച്ചാൽ അവർ ചോദിച്ചറിഞ്ഞ് കാണുന്നതാണോ മറ്റേതാണോ ചോദിച്ചറിഞ്ഞ് അവർ പിടിച്ചില്ല. എൻ്റെ മുഖത്തിൻ്റെ വ്യത്യാസമുണ്ടോ മാറിയിട്ട് അത് കഴിഞ്ഞിട്ട് കുരിശിൽ തറക്കണ റോമൻസിനോട് അടിമത്തില്ല ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ഷടപടയും ചെയ്തിട്ട് എന്തെങ്കിലും ഫേക്ക് ഡെഡ് ബോഡി ആണെങ്കിലും ഏതെങ്കിലും സാക്രിഫൈസ് ചെയ്യിപ്പിക്കുക. അതാണ് തോമസും ശിഷ്യന്മാരൊക്കെ വന്നിട്ട് ഉയർത്ത് നെഞ്ചിട്ട് പുതിച്ച് മരവിച്ച മിണ്ടാണ്ട് സൈസിൻ്റെ ഉയർത്ത് അത് വന്നതിൻ്റെ ബാക്കിയുള്ളവർ ഇവിടെ എത്തിക്കാനായിട്ട് ഗോഡ്സ് ഓൺ കൺട്രി കേരളത്തിലാണെങ്കിലും കേരളപുരാണെങ്കിലും ഇന്ത്യ ഇവിടെയും ബാക്കി ഇറ്റലിയിലൊക്കെ പോയി സംസാരിച്ചത് കാര്യങ്ങൾ. അവർക്ക് പെട്ടെന്ന് പോയി എത്തും. അന്നൊക്കെ നടക്കാമെന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. എന്താണെന്ന് വെച്ചാൽ അന്ന് വണ്ടികളൊന്നും ഇല്ലാത്ത കാരണം അവർക്ക് നടപ്പന്നെ അവർ ആശ്രയിക്കാൻ പറ്റുള്ളൂ, നടക്കലും ഷിപ്പും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നടന്ന് പഠിക്കണതിന് അവർക്കൊരു ബുദ്ധിമുട്ടില്ല. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അവർ നടക്കും, എത്ര കിലോമീറ്റർ ആണെങ്കിലും. അപ്പോൾ റെസ്റ്റ് ചെയ്ത് പോയാൽ മതി, അതിനൊരു കുഴപ്പമില്ല. ചിലപ്പോൾ കുതിരമയോ ചിലപ്പോൾ വേറെ എന്തെങ്കിലും വണ്ടികളുണ്ടെങ്കിൽ അതിൻ്റെ കാർട്ട് കഴുതയുടെ പുറത്ത് പോകും. കഴുതയുടെ പുറത്ത് പോയി യാത്ര ചെയ്യണവരുണ്ട്. ആ കഴുതയ്ക്ക് അത്രയ്ക്ക് തളർച്ച വരില്ല. എന്ന് വെച്ചാൽ കഴുത എത്ര കിലോമീറ്റർ വേണമെങ്കിൽ നടക്കും. പിന്നെ കഴുതയ്ക്ക് മനസ്സിലാവും എവിടെ അപകടം ഒളിഞ്ഞിരിക്കണേ, അപകടത്തിൽ പിന്മാറാനും. ഒരു വഴി കുഴിയുണ്ടെങ്കിൽ വഴി കൊടുങ്കാറ്റ് വരണമെങ്കിൽ അപ്പം നിൽക്കും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ വിശ്വാസത്തോടെ സ്വീകരിച്ച് ആത്മാവിൽ പിറന്നു എന്നാണ് പറയണത്. അല്ലെങ്കിൽ നീ മരുഭൂമിയിൽ പോയി ഭ്രഷ്ട് കൽപ്പിച്ചു മറിയം പൊക്കോ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാലത്തിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ച് കാര്യം വരണം. അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത് പാതിരി അന്നത്തെ 1700 വർഷം മുമ്പ്, ഇപ്പോൾ 1730 വർഷമായിട്ടോ, 1726 വർഷം മുമ്പ് ഇതൊക്കെ നിർത്തി. അവരൊക്കെ കറക്റ്റ് ചെയ്തു. അപ്പോൾ റോമൻ കാത്തലിക് ചെയ്യുന്ന തെറ്റാണ്. റോമൻ കാത്തലിക് ആയാലും മലങ്കര ആയാലും മറക്കാട് ആയാലും ഏത് പണ്ടാരായാലും തെറ്റ് തന്നെ ചെയ്യണം. പാതിരികളുടെ ആവശ്യമില്ല, നിന്ന് ചെയ്യേണ്ടത് നിർത്തി. പള്ളിയിൽ പോകേണ്ടത് കാലം വരുന്ന യേശു തന്നെ പറഞ്ഞത്. അതിപ്പോൾ കൊറോണ കാലത്ത് 2.5 വർഷം നിർത്തി വെച്ച പോലെ ഒരു മിനിറ്റില്ലല്ലോ. അവരൊക്കെ നിർത്തി. 1700 വർഷം യഹൂദിയർ നിർത്തി. ജൂയിഷ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ബ്രിട്ടീഷുകാരുടെ പേരാണ്. യഹൂദിയർ നിർത്തിയത്. യഹൂദിയർക്ക് നിർത്തേണ്ട സമയത്ത് നിർത്തിയ കാരണം അത് കഴിഞ്ഞു. അപ്പോൾ പാതിരികളുടെ ആവശ്യമില്ല, അത് നിർത്തി. ഇപ്പോൾ അവരുടെ വലിയൊരു നല്ല സ്വർണ്ണ പിച്ചള അങ്ങനത്തെ പെയിൻറ്റിങ്ങൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഹാളാണെങ്കിലും അവിടെ വേറെ ഒന്നുമില്ല. മീൻസ് അവിടെ സ്തുതിഗീതങ്ങളും ജസ്റ്റ് ഹാള്, വേറെ അങ്ങനെ നശ്വരമായ മോർട്ടൽ കാര്യങ്ങളൊന്നും ആരാധിക്കണ കാര്യമൊന്നുമില്ല. അവരുടെ ബൈബിൾ എന്ന് പറഞ്ഞാൽ 3 ബുക്കുകളാണ്. ബൈബിൾ എന്ന് പറഞ്ഞാൽ ഖുറാൻ എന്നല്ലല്ലോ, മുസ്ലിംസ് ആരും ഇത് പറയില്ല. താൽമുഡ്, ബൈബിൾ എന്ന് പറഞ്ഞാൽ 3 പുസ്തകമുണ്ട്. താൽമുഡ്,
താൽമുഡ്. പിന്നെ മൂടല്ല, താൽമുഡ്. താൽമുഡും ഖുറാനും അല്ല, സോറി, ഖുറാൻ ഇവിടെ പറയാനുള്ളേ. ബൈബിൾ എന്ന് പറഞ്ഞാൽ താൽമുഡ്. താൽമുഡ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് പണ്ട് തൊട്ടുള്ള ലിഖിതങ്ങൾ. താൽമുഡ്, തനാക്ക, തനാക്കും താൽമുഡും തോറായും. തൂറാൻ എന്നല്ല പറഞ്ഞത്, ഖുറാനല്ല, ഖുറാനായിട്ട് ഇവിടെ ബന്ധില്ല. താൽമുഡ്, തോറായ്, തനാക്ക്, ഇത് മൂന്ന് ചേർന്നാണ് ബൈബിൾ വരാണ്. അപ്പോൾ അതും ഇപ്പോൾ അവരുടെ നാഷണൽ ആന്തം ആണെങ്കിലും ഇപ്പോൾ ഏത് യൂട്യൂബിൽ 3 മില്യണോളം 50 മില്യണോളം ആൾക്കാർ ആ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇസ്രായേലിൻ്റെ നാഷണൽ ആന്തം കഴിയണോടത്ത് ഏറ്റവും അവസാനം കാണുമ്പോൾ അറിയാം അവർ ഏറ്റവും ഗ്ലോറി ടു അവർ ഫാദർ യേശുവ യഹോവ ആൻഡ് സൺ യഹോവ എന്ന് പറയുന്നത് വെച്ചാൽ അവർ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. വെച്ചാൽ അവരായിട്ട് ബ്രസീലിലത്തെ ആൾക്കാരും ജപ്പാനിലൊക്കെ ആൾക്കാരും വന്നിട്ട് അവിടെ സാക്രിഫൈസ് ചെയ്യിക്കില്ല. അവരാണ് ഇസ്രായേലിൽ നിന്നാണ് തുടക്കം. അപ്പോൾ വന്നിട്ട് ഗാർഡൻ ഓഫ് ഏദനിൽ ഇപ്പോൾ ഒരു വേറെ ആണും ഭാര്യയായിട്ട് വേറെ ഭർത്താവായിട്ട് ചെയ്യണതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരുന്ന ആണും 2 ആണുകളും പെണ്ണും അങ്ങനെയൊക്കെ ചെയ്യണത് പാപമെന്ന് മനസ്സിലാക്കി അതൊക്കെ ഉള്ള അവിടെ തൊട്ടുള്ള ഗാർഡൻ ഓഫ് ഏദൻ്റെ തൊട്ടുള്ള കാര്യങ്ങളും അതൊക്കെ നല്ല തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, പങ്കുവയ്ക്കുക, ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ് അർത്ഥം. അവരുടെ വെഡിത്തം മാറി പ്രതീക്ഷിക്കേണ്ട. അതിൽ വേറൊരു യുദ്ധത്തിൻ്റെ മുറ വേണ്ട, യുദ്ധം വേണ്ട. അവിടെ സമാധാനം, സ്ട്രെങ്ത് ആയിട്ടിരിക്കുക. അതാണ് ജൂയിഷ് ആൾക്കാർ. യഹൂദിയരെ ആരെങ്കിലും ഇങ്ങോട്ട് ആക്രമിച്ചാൽ അവർ 2 ഇരട്ടിയുടെ 8ൻ്റെ പണി അങ്ങോട്ട് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ അവർ നല്ല പീസ്ഫുൾ സ്ട്രെങ്ത് ആയിട്ടിരിക്കും. അതെന്ന് വെച്ചാൽ കേരളത്തിൽ വരുമ്പോഴും ഒരു യുദ്ധമുറ മനസ്സിലായി, സ്പൈസ് ട്രേഡിങ്, അവർ തമ്മിൽ സ്നേഹിക്കുക, കല്യാണം കഴിച്ച് ജീൻസൊക്കെ വെളുത്ത ഉയരത്തിലൊക്കെ വരണവർ, കറുത്ത ഉയരം കുറഞ്ഞവരിൽ നിന്ന് അവരൊക്കെ വെളുത്ത നല്ല ബ്രൈറ്റ് കണ്ണുള്ളവരൊക്കെ വരണത് ആ രീതിയിൽ വരണം. അതാണ് ജീൻസിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതാണ് ജീൻസ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത് ഓർമ്മയുണ്ട്, ഐശ്വര്യയുടെ. അങ്ങനെ കുറേ ക്രിസ്ത്യൻസ് നസ്രാണികൾ ഹിന്ദുസായിട്ട് മാറും. നസമീന്ദാർ കുറേ മോളിൽ വൃത്തിയുടെ സ്ഥലത്ത് ജോലിക്കാൻ പോയിട്ട് ഹിന്ദുസായി മാറണവർക്ക് മെറ്റീരിയലിസ്റ്റിക് തോൽക്കാൻ പിടിച്ച മോന്ത, അതിൽ കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഈസ്റ്റ് ഇന്ത്യ ആയിട്ട് വെസ്റ്റായിട്ട് എന്താ ബന്ധം? വെസ്റ്റിൽ കിടക്കുന്നത് മെഡിറ്ററേനിയനും ഗൾഫ് കൺട്രിയായിട്ട് ബന്ധമില്ലെങ്കിലും ആ ഇസ്രായേലും യൂറോപ്യൻ കൺട്രീസും ആ രീതിയിൽ കിടക്കണ ആ രീതി. ഇപ്പോൾ ഗോവയാണെങ്കിൽ അന്ന് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസ് കോളനൈസാണ് ഗോവയിൽ. അധികമൊന്നും ബ്രിട്ടീഷുകാർ പോർച്ചുഗീസ് കോളനീസിലുള്ള ഗോവ ടെറിട്ടറിയിലേക്ക് പോവില്ല. അന്ന് ഗോവ സ്റ്റേറ്റ് ആയിട്ടുള്ളത് 1987 സ്റ്റേറ്റ് ആയത്, 1988 മുമ്പ്. അതായത് 1961 പോർച്ചുഗീസുകാരെ കുറേ വിട്ടയച്ചെങ്കിലും ബ്രിട്ടീഷുകാരൊന്നും അധികം ഗോവ എന്ന സ്ഥലത്തേക്ക് പോയിട്ടില്ല. അവിടെ പോർച്ചുഗീസ് കോളനിയാണ്. അവിടെയുള്ളവർക്ക് അധികം ഇംഗ്ലീഷ് അറിയില്ല. പോർച്ചുഗൽ എവിടെ കിടക്കണോ, ഇംഗ്ലണ്ട് എവിടെ കിടക്കണോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബൈബിള് ഇതൊക്കെ വായിച്ച് അപ്പോൾ അവർ പള്ളി പണിത് പാതിരിക ഭാഷ നിർത്തി. അപ്പോൾ 1726 വർഷം മുമ്പ് ഇപ്പോൾ പള്ളിയിൽ സ്തുതിഗീതങ്ങൾ പാടാം, ബൈബിള്, തനാക്ക്, തോറായി, അതൊക്കെ താൽമുഡ് വായിച്ചിരിക്കുക, ഡിസ്കസ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ. സാറ്റർഡേ ആണെങ്കിലും ഏത് ദിവസമാണെങ്കിലും ശബത്താണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ അപ്പോൾ പെന്തക്കോസ്തും ക്രിസ്ത്യൻസും യഹൂദിയർ തന്നെയാണ് ഒരു ക്രിസ്ത്യാനിറ്റിയുടെ തലത്തിലേക്ക് പോണത്. സാധാ ജോലി പോലെ നിന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട, സാക്രിഫൈസ് ചെയ്ത് എല്ലാവരും വാല്യൂ ഇല്ലാണ്ട് നക്കപ്പിച്ച സാലറിക്ക് സാധാ ഒരു മെറ്റീരിയലിസ്റ്റിക് ജോലി ചെയ്യണ പോലെ ചെയ്യേണ്ട കാര്യമില്ല. പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ രീതിക്ക് തന്നെ പോകണം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് വിവരമുള്ളവർ അഡ്വൈസ് ചെയ്യും. പക്ഷെ വീണ്ടും അങ്ങനെ അവരുടെ അടുത്ത് പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അവർ പല രീതിയിലായിരുന്നു കൂട്ടി വാങ്ങണവരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. പീസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അവിടെ യുദ്ധമുറയിൽ കാര്യമില്ല. യുദ്ധമുറ ഉണ്ടാക്കുന്ന പല പാഗൻസ് ഉണ്ടാവും, റോമൻ കാത്തലിക്സ് ഉണ്ടാവും, മുസ്ലിംസ് ഉണ്ടാവും, ഹിന്ദുസ് ഉണ്ടാവും. അതിൽ കാര്യമില്ല. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ വിഡ്ഢിത്തം ചെയ്യാനും. ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയില്ല വിഡ്ഢിത്തം ചെയ്യാനും വിഡ്ഢിത്തം ചെയ്യാനും മരുന്ന് കുട്ടി വാങ്ങാനും. ബാക്കിയുള്ള വിഡ്ഢികൾ പറയണ പോലെ വിഡ്ഢികളാവരുത് സ്വയം. അപ്പോൾ ജീവനില്ലാത്തത് ആരാധിക്കാതിരിക്കാന്ന് പറഞ്ഞു, ജീവനില്ലാത്തതിൽ ആശ്രയിക്കരുത്. പിന്നെ ജീവനുള്ള കാര്യങ്ങൾ ചെയ്യുക, പൂർണ്ണ ഉണർവോടെ ചെയ്യുക. അതുപോലെ മറിയം, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ലാസ്റ്റ് വരെ ഇപ്പോൾ ഞാൻ പറഞ്ഞു നിർത്താം. മറിയം അയ്യോ ആത്മാവെന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവിൽ പറഞ്ഞു, അതൊന്നും ശരിക്കുള്ള കാര്യം പറഞ്ഞാൽ നട്ടും ദൈവത്തിൻ്റെ ആത്മാവിൽ പറഞ്ഞു, അയ്യോ അതെങ്ങനെ ഉണ്ടായി, കുറേ കള്ളു കുടിച്ചിട്ട് അടിച്ച് പറയും, അയ്യോ അതെങ്ങനെയുണ്ടായി, അത്ഭുതം. എന്നിട്ട് അവർക്ക് തീരെ വിശ്വാസമില്ല. എന്നിട്ട് പാതി വിശ്വാസം പകുതി അറിവും വെച്ചിട്ട്
മുടന്തൻ്റെ കാല് തൂങ്ങി കിടക്കണം, മുടന്തൻ്റെ പോലെ പകുതി അറിവിച്ച് നടന്നിട്ട് കാര്യമുണ്ട്. മുറിച്ചിട്ട കാല് പോലെ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ പാതി അറിവ് പകുതി അറിവിച്ചില്ലാണ്ട് പൂർണ്ണ അറിവ് പറയുമ്പോൾ അത് വിഡിത്തം മാറ്റി മാറാൻ പഠിക്കുക. മനുഷ്യരാണെങ്കിൽ വിഡിത്തം പറഞ്ഞാൽ എന്താ തെറ്റാന്ന് പറഞ്ഞാൽ അത് മാറിയിട്ട് ശരിയിലേക്ക് വരാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷെ അത് നിങ്ങളുടെ ഭാഗത്തില്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക. പിന്നെ നിങ്ങൾ എവിടുന്ന് മനുഷ്യരാവണു ഇങ്ങനെ വെഡിത്തം റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമുണ്ട്. അതുപോലെ ക്ലീശ ആരാണ് അവർ എടുത്ത് പൊക്ക റോമൻ കത്തോലിക്കാന്ന് വെഡിത്തം പറഞ്ഞ് തിടുക്കം കാണിക്കണവരാണ്. ഗുഡ്ക കഴിക്കാനും പീസായി ആവാനും കല്യാണം കഴിക്കാനും അതിലൊരു കാര്യമില്ല. നമുക്കെന്താണ് ഇപ്പോൾ അങ്ങനത്തെ വരാത്തത്? നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. അതന്നെ ഇത് പറയണ മുമ്പ് പറയാം. ഒന്ന് ധൈര്യമായിട്ടിരിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് വിഡ്ഢികൾ പറയാൻ കേട്ടിട്ട് ധൈര്യം ഇല്ലാതെ ഓടാൻ നിന്ന് കഴിഞ്ഞാൽ ആരെക്കുറിച്ച് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. അറിയണില്ലെങ്കിൽ ഞാൻ തലയ്ക്ക് മെറ്റീരിയലിസ്റ്റിക് സുഖമുണ്ടാവും. സ്വയം ചികിത്സ ചെയ്യും. എന്നെ അങ്ങനെ ആരും വിളിക്കണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മുഖത്തേക്ക് സംസാരിക്കുമ്പോൾ നിങ്ങളത് പറ്റില്ല. എന്നെ എല്ലാവരും അറിയണം എനിക്ക് നിർബന്ധമില്ല. അറിഞ്ഞിടത്തോളം മതി. അതൊക്കെ അറിഞ്ഞിടത്തോളം വന്നിട്ടുണ്ട്. ഒരു ഫേക്ക് പേരും വെച്ച് ഫേക്ക് ബർത്ത് ഡേറ്റ് വെച്ച് ഇത് ജീവനില്ലാത്തവരൊക്കെ ആരാധിച്ചിട്ട് നോർമൽ അല്ലാത്തവരെ ഇതിനെ ജീവനില്ലാത്തവരെ ആരും ആരാധിക്കുമോ? സിമെൻറ്റിനെ ആരെങ്കിലും ആരാധിക്കാൻ പോകുമോ? അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനൊക്കെ ആരാധിക്കണതിന് തക്കതായിട്ടുള്ള കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അത് നിങ്ങൾ പഠിക്കാണ്ട് വീണ്ടും മരുന്ന് കൂട്ടി വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കാര്യമില്ല. അപ്പം നിങ്ങളും ഞാനിങ്ങനെ ചെറുപ്പത്തിൽ പെണ്ണുങ്ങളെ ചെറിയവരെ അതും ധൈര്യമായിട്ടിരിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ സമപ്രായക്കാരെയോ വയസ്സായവരെയോ ഒന്നും കുറിച്ച് ഇങ്ങനത്തെ വാക്കുകൾ ക്ഷീണമാണ് പാവാണ് മറ്റേതാണ് പറഞ്ഞ് നടക്കാൻ പോയിട്ടില്ല. ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ജീവിതം വെറുത്ത് നടക്കുന്നവരാണ്. ജീവിതത്തോട് അർത്ഥമില്ലാത്തവർ, ജീവിതം അടുത്ത് ജീവിക്കാൻ ധൈര്യമില്ലാത്തവർ, ജീവന ദൈവത്തെ അപമാനിക്കണവർ. അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ടോ? അത് വെഡ്ഡികളുടെ സോഷ്യൽ ഗ്രൂപ്പ് പല രീതിയിലായിരുന്നു കൂട്ടി വാങ്ങിയിട്ടുണ്ട്. അതിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ നിങ്ങളാണ് കുടിച്ചിട്ടടിച്ച് നടക്കുന്നതും നിങ്ങളുടെ ശരീരം കേടാക്കുന്നതും എനിക്ക് എന്നെ വിളിക്കണത് തോന്നിയിട്ടില്ലേ. അതുകൊണ്ട് ഞാൻ അച്ചഞ്ചലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളെന്താ ചെയ്യണത്? സമയത്തിന് ചെയ്യേണ്ടത് കാര്യങ്ങൾ ചെയ്യും. അല്ലാണ്ട് കുറേ മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും കുറേ ഷിജിനും അങ്ങനെ ചെയ്യണമെന്നതിൽ ഒരു കാര്യമില്ല. വെഡ്ഡികൾ പല ഫേക്ക് ഡയലോഗും പറഞ്ഞ് പല വെഡ്ഡികളെയും മെറ്റീരിയലിസ്റ്റിക് റോങ് ഇൻഫർമേഷൻ എന്ന് പറയാൻ പറ്റില്ല, നിരങ്ങി നീക്കും. അപ്പോൾ അതിൽ മണ്ടൻ ഡയലോഗ് പറയണതിൽ നിങ്ങൾക്ക് കാര്യമില്ല. നിങ്ങൾ കുടിച്ചിട്ടൊക്കെ അടിച്ച് നടക്കണോ? എനിക്കങ്ങനെ തോന്നണമില്ല. ഞാൻ കുടിച്ചിട്ടൊക്കെ അടിച്ച് നടക്കണമില്ല, കുട്ടിയും കഴിച്ച് നടക്കണില്ല. അപ്പോൾ ഈ പറയാം ചെയ്യാത്ത കാര്യം ചെയ്തില്ല എന്ന് പറയും, പറയാത്ത കാര്യം പറഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ കുടിച്ചിട്ടൊക്കെ അടിച്ച് നടക്കണതിന്, നിങ്ങളുടെ ശരീരം കടാക്കണതിന്, നിങ്ങൾക്ക് തലങ്ങൽ കെട്ടണതിന്, അതുകൊണ്ട് ഞങ്ങൾ പറയണത് നിങ്ങൾ പോയി സമയം കളയാണ്ട് പോവാൻ നോക്ക്. നിങ്ങൾ സ്വയം മെഴുകാണ്ട് ചാവാൻ നോക്ക്. വല്ല കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ പറയണതിന്.